നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി. എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഒരു വലിയ ഇഷ്ടക്കുറവാണ്. കാരണം കാര്യമായ വോട്ടോ സ്വാധീനമോ ഒന്നും ബി.ജെ.പിക്കാർക്ക് കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. കാലമെടുക്കും ഒന്ന് ക്ലച്ച് പിടിച്ചു വരാൻ. കേരളത്തിൽ ഇപ്പോൾ പൊതുവെ ബി.ജെ.പി. വിരുദ്ധത കൂടുതൽ നാടായാണ് മറ്റ് സംസ്ഥാനങ്ങളിലും പുറത്തുമൊക്കെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവന്നാലും അത് കേരളത്തിൽ എത്താറില്ല, ചർച്ച ചെയ്യാറില്ല. അങ്ങനെ ചർച്ച ചെയ്താൽ അത് മോദി സർക്കാരിനെ ബി.ജെ.പിയും പിന്തുണയ്ക്കുന്നതിന് തുല്യമായി ഇവിടുത്തെ സഖാക്കളും കോൺഗ്രസ്സുകാരുമൊക്കെ വിലയിരുത്തുമെന്ന് തന്നെ കാരണം. എന്നാൽ നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ഓരോരോ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരു മുഖ്യമന്ത്രിയും വിളിച്ചു പറയില്ല. കാരണം വിരുദ്ധ ചേരിയിലാണല്ലോ. ഓരോ മേഖലയിലും മോദി വികസനത്തിൻ്റെ നാഴികക്കല്ലുകൾ പാകുന്നുണ്ട്. ഒരു ജനാധിപത്യ ഭരണകൂടം നിയമം നിർമ്മിക്കുമ്പോൾ അത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന നിയമമാകണം എന്ന് തന്നെയാണ് മോദി സർക്കാരിൻ്റെ നിലപാട്. ജനങ്ങളെ സംബന്ധിച്ച് ഒരു വിഷയം അഥവാ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തിന് വേണ്ട രീതിയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായൊരു നിയമം നിർമ്മിക്കണം. അതാണിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിന് വേണ്ടി മാത്രമല്ല, രാജ്യത്ത് നമ്മുടെ ജനങ്ങൾ അവർ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം. അതാണിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും വന്നു കഴിഞ്ഞു. ജനങ്ങൾക്ക് പലിശയ്ക്ക് വായ്പ നൽകുന്ന കഴുത്തറുപ്പൻ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് പൂട്ടിടാൻ പോവുകയാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിനെക്കുറിച്ച് ചർച്ചകൾ കേന്ദ്ര മന്ത്രിസഭയിൽ തകൃതിയായി നടക്കുന്നുണ്ട്. അതായത് ബുള എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുകയാണ്. 2 മാസത്തിനകം പാർലമെന്റിൽ ഈ നിയമം അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നത്. അങ്ങനെ വലിയൊരു നിയമനിർമ്മാണത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അനുമതിയില്ലാത്ത ലോണ്ടറിംഗ് ആക്ടിവിറ്റീസിനെ തടയുക എന്നത് തന്നെയാണ് ഈ BULA ബുല എന്ന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർവ് ബാങ്ക് അല്ലെങ്കിൽ മറ്റ് നിയന്ത്രണ ഏജൻസികളുടെ അനുമതിയില്ലാതെ വായ്പ നൽകുന്നതും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും ജാമ്യമില്ലാത്ത കുറ്റമായി കണക്കാക്കും. അതിന് പിഴ ഈടാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. നിയന്ത്രണമില്ലാത്ത വായ്പകളുടെ നിരോധനം എന്ന പേരിലുള്ള ആ കരട് ബിൽ കേന്ദ്രം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ ലോൺ ആപ്പുകൾക്ക് പൂട്ടുവീഴും. നിരവധി സാധാരണക്കാരായ കുടുംബങ്ങൾ, നിരവധി പേർ മൊബൈൽ വഴിയുള്ള ഓൺലൈൻ ലോൺ ആപ്പുകളിൽ ചെന്ന് വീണു കൊടുക്കുന്നവരും ഒടുവിൽ അതിൽ നിന്നും കരകയറാനാകാതെ കഷ്ടപ്പെടുന്നവരുമായ നിരവധി പേർക്ക് ഒരു ആശ്വാസം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ തീരുമാനം. അനുമതിയില്ലാതെ ഇങ്ങനെ വായ്പകൾ നൽകുന്നവർക്ക് 10 വർഷം വരെ ജയിൽ ശിക്ഷ നൽകാമെന്നാണ് ഒരു വ്യവസ്ഥ. ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുകയും ക്രമവിരുദ്ധമായി വായ്പ നൽകുന്നവരുടെ പ്രവർത്തനങ്ങൾ അടിച്ചവസാനിപ്പിക്കുകയുമാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ വായ്പകളെക്കുറിച്ചുള്ള RBI വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ടിൽ ക്രമരഹിതമായ വായ്പകൾ നിരോധിക്കുന്നതിന് ഒരു നിയമം കൊണ്ടുവരുന്ന ഉൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇവയിൽ റിസർവ് ബാങ്കിലോ മറ്റ് നിയന്ത്രിത സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്യാതെ പൊതുവായ്പ നൽകുന്നവർക്ക് കടുത്ത നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തണമെന്നായിരുന്നു റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം. നിയമം ലംഘിച്ച് ആരെങ്കിലും ഡിജിറ്റായോ മറ്റേതെങ്കിലും വിധത്തിലോ വായ്പ നൽകിയാൽ കുറഞ്ഞത് 2 വർഷം അകത്ത് കിടക്കണം. ഇതോടൊപ്പം 2 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ പിഴയും ചുമത്താം. കടം കൊടുക്കുന്നയാളുടെയോ കടം വാങ്ങുന്നയാളുടെയോ ആസ്തി ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തുന്നത് ലോക്കൽ പോലീസ് ആയിരിക്കില്ല, CBI ആയിരിക്കും. ഇതാണ് ആ ബില്ലിലെ മറ്റൊരു സുപ്രധാനമായൊരു വകുപ്പ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മൊബൈൽ ഫോൺ വഴിയുള്ള വായ്പ ഇടപാടുകളുടെ എണ്ണത്തിൽ, അതിൻ്റെ ഇരകളായി വന്ന് വീഴുന്നവരുടെ എണ്ണത്തിലൊക്കെ വർധനവാണ്. ഈ വായ്പകൾക്ക് പലപ്പോഴും ഉയർന്ന പലിശ നിരക്കും ഒളിഞ്ഞിരിക്കുന്ന ഹിഡൻ ചാർജുകളുമൊക്കെ ഉണ്ട്. കൂടാതെ വായ്പ മുടങ്ങുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുന്ന സംഭവങ്ങൾ, സൈബർ അറ്റാക്കിംഗ്, അതുപോലെ തന്നെ വായ്പ എടുക്കുന്നവരുടെ അശ്ലീല ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അതുവഴി ഭീഷണിപ്പെടുത്തി അതിൻ്റെ 3-4 ഇരട്ടി തുക തിരിച്ചു വാങ്ങുന്ന ആ മാഫിയ ഗുണ്ട ഏജന്റുമാർ, ഇവർക്കെല്ലാം ഇനി ജയിലൊരുക്കുകയാണ് നരേന്ദ്രമോദി. ഇത് കണക്കിലെടുത്ത് 2022 സെപ്റ്റംബർ മുതൽ 23 ഓഗസ്റ്റ് വരെയുള്ള ഇത്തരത്തിലുള്ള 2200 ആപ്പുകളാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തത്.